എന്റെ പ്രിയ മകനെ, മകളെ, നിന്റെ ഭാരങ്ങളെല്ലാം ഇറക്കിവെക്കാനും നിന്റെ ഊർജം കെടുത്തുന്ന എല്ലാ നിഷേധാത്മക ചിന്തകളെയും എന്റെ സ്നേഹം കൊണ്ട് കഴുകിക്കളയാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഒഴുക്കിനെതിരെ നീന്തി തളരുന്നത് നിർത്തുക. നിന്റെ സ്വന്തം ശക്തിയിൽ മാത്രം ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കുക. എന്റെ ആത്മാവിന്റെ പ്രവാഹത്തിലേക്ക് ഇറങ്ങിവരിക. അവിടെ നിനക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടും. എന്റെ കൈ പിടിക്കുക, നീ സുരക്ഷിതനായിരിക്കും. ഇന്ന് നീ എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും ഞാൻ നിന്നെ രക്ഷിക്കുകയും ഉയർത്തുകയും ചെയ്യും. നീ ഒരിക്കലും പരാജയപ്പെടുകയോ അപമാനിക്കപ്പെടുകയോ ഇല്ല. ആരും ഒന്നിനും നിന്നെ തടഞ്ഞു നിർത്താൻ അനുവദിക്കരുത്. നിന്റെ ജീവിതം സന്തോഷവും സ്നേഹവും കൊണ്ട് നിറഞ്ഞു കവിയണമെന്നും അതത് എല്ലാവർക്കും കാണാൻ കഴിയണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയം ആഗ്രഹിക്കുന്നതെല്ലാം നിനക്ക് ലഭിക്കട്ടെ. നീ എന്റെ പ്രിയപ്പെട്ട പൈതലാണെന്ന് ലോകം മുഴുവൻ അറിയട്ടെ. നീ കടന്നുപോയ ഇരുണ്ട വഴികളിൽ നിന്ന് സമാധാനത്തിന്റെ പാതയിലേക്ക് നിന്നെ നയിക്കാൻ എന്നെ അനുവദിക്കുക. ഈ ലോകത്തിന്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് നിന്നെ മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് ഇന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെക്കുറിച്ചുള്ള എന്റെ സ്നേഹം കൊണ്ടും നിനക്ക് ഏറ്റവും മികച്ചതു വരണമെന്ന ആഗ്രഹം കൊണ്ടുമാണ്. നിന്നെ തളർത്തുന്ന എന്തിനേയും നേരിടാൻ ധൈര്യം കാണിക്കുക. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാൻ ഞാൻ ഒരുക്കിയ വഴികളിലൂടെ ഞാൻ നിന്നെ നയിക്കും. ഓർക്കുക, നിനക്കുവേണ്ടിയാണ് ഞാൻ കുരിശിൽ ജീവൻ വെടിഞ്ഞത്. എന്റെ മഹത്വം ലോകത്തിന് കാണിച്ചു തരാൻ ഞാൻ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു. നിന്റെ വഴി തെറ്റിക്കാനും നിനക്ക് ദോഷം വരുത്താനും ശ്രമിക്കുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുക. ഞാൻ നിനക്കായി കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ കവർന്നെടുക്കാൻ മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. നീ തോറ്റുപോയി കാണാനും സമാധാനവും ലക്ഷ്യവും നഷ്ടപ്പെട്ട് ജീവിക്കാനും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ എന്റെ കൂടെയാണെങ്കിൽ അവർക്ക് നിന്നെ വീഴ്ത്താൻ കഴിയില്ല. കാരണം ഞാൻ എന്നെന്നും നിന്റെ കൂടെയുണ്ട്. നിന്നെ കാത്തുരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. നിശ്ചയദാർഢ്യത്തോടെ എന്നെ അനുഗമിക്കാൻ നീ തീരുമാനിച്ചാൽ ഒന്നിനും ആർക്കും നിന്നെ എന്നിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. നിന്റെ പഴയ പാപങ്ങൾക്കോ തെറ്റുകൾക്കോ നിന്റെ പുതിയ ജീവിതത്തിൽ ഇനി സ്ഥാനമില്ല. കാരണം ഞാൻ അവയോട് ക്ഷമിച്ചിരിക്കുന്നു. നീ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. നീ ഇപ്പോൾ ഒരു പുതിയ വ്യക്തിയാണ്. എന്റെ രക്തം നിന്നെ ശുദ്ധീകരിക്കുകയും നിന്റെ ചങ്ങലകൾ തകർക്കുകയും എല്ലാ തിന്മകളിൽ നിന്നും നിന്നെ മോചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ മറന്നുകഴിഞ്ഞ നിന്റെ പഴയകാലത്തെ ഓർത്ത് നീ വിഷമിക്കരുത്. ഭയമില്ലാതെ വർത്തമാനകാലത്തിൽ ജീവിക്കുക. ഓരോ ദിവസവും എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാൻ ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുന്നു. നീ തളരുമ്പോഴും ഭയപ്പെടുമ്പോഴും നിന്റെ വിശ്വാസവും ശക്തിയും പ്രതീക്ഷയും പുതുക്കാൻ ഞാൻ അരികിലുണ്ട്. നിന്റെ വിഷമങ്ങൾ എന്നോട് തുറന്നു പറയുക. പരിഹാരങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും ഞാൻ നിന്നെ നയിക്കും. നിന്നോടുള്ള എന്റെ സ്നേഹത്തിന് അതിരുകളില്ല. അത് എന്നെന്നും നിലനിൽക്കും. ഇപ്പോൾ തന്നെ നിനക്ക് ആ സ്നേഹം അനുഭവിക്കാൻ കഴിയും. ഏത് തിന്മയെയും തകർക്കാനും ഏത് രോഗത്തെയും സൗഖ്യമാക്കാനും ദുഃഖത്തിന്റെയും ഇല്ലായ്മയുടെയും ചങ്ങലകൾ അറുത്തുമാറ്റാനും എനിക്ക് ശക്തിയുണ്ട്. എല്ലാ വഴികളിലും നിന്നെ താങ്ങാൻ ഞാനിവിടെയുണ്ട്. ഞാൻ നിന്നെ ഉയർത്തുന്നതുകൊണ്ട് ആർക്കും നിന്നെ താഴ്ത്താൻ കഴിയില്ല. ഞാൻ നിന്റെ സംരക്ഷകനായതുകൊണ്ട് ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ഞാൻ നിന്റെ അനുഗ്രഹമായതുകൊണ്ട് ആർക്കും നിന്നെ ശപിക്കാൻ കഴിയില്ല. എന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് നിരാശ നിന്നെ തൊടുകയില്ല. ഓരോ ദിവസവും നിനക്ക് ആത്മവിശ്വാസവും സന്തോഷവും ഞാൻ നൽകും. എന്റെ കരുതലിനെയും സ്നേഹത്തെയും നീ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ, ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, നിന്റെ കഷ്ടകാലം അവസാനിക്കും. നിരാശ നിന്നെ വല്ലാതെ ബാധിക്കുമ്പോൾ, ജീവിതത്തിലെ തിരിച്ചറികൾ നിന്നെ ആശയക്കുഴപ്പത്തിലാക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ തന്നെയാണ് നിന്നോട് സംസാരിക്കുന്നത്. ഞാൻ നിന്റെ സർവശക്തനായ ദൈവം, സകലത്തിന്റെയും സൃഷ്ടാവ്, നിന്റെ പിതാവ്, നിന്റെ വഴികാട്ടി, നിന്റെ ഉറ്റ സുഹൃത്ത്, നിന്റെ ജീവിതത്തിന്റെ നാഥൻ. നീ വിളിക്കുമ്പോൾ ഉത്തരം നൽകാൻ ഞാൻ എപ്പോഴും ഒരുക്കമാണ്. നിന്റെ ആത്മാർത്ഥമായ ഭക്തിയും വിശ്വാസവും മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ബലഹീനമായ നിമിഷങ്ങളിൽ പരീക്ഷണങ്ങൾ വന്നേക്കാം. പക്ഷെ നിന്റെ ഉള്ളിലെ പോരാട്ടങ്ങൾ എനിക്ക് മനസ്സിലാകും. നീ തോറ്റുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് എന്നോട് വിശ്വസ്തനായിരിക്കുമെന്ന് പറഞ്ഞ് നീ എന്റെ അടുത്തേക്ക് തിരികെ വന്നാൽ ഞാൻ നിന്നോട് ക്ഷമിക്കുകയും നിനക്കൊരു പുതിയ തുടക്കം നൽകുകയും ചെയ്യും. ഒരു നല്ല മനുഷ്യൻ പലതവണ വീണാലും എന്റെ കാരുണ്യം അവനെന്നെ ഓരോ തവണയും കൈപിടിച്ചുയർത്തും. എന്റെ സ്നേഹമുള്ളതുകൊണ്ട് നീ വഴിതെറ്റിപ്പോകില്ല. എന്റെ നാമം ദുരുപയോഗം ചെയ്യുകയും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന കപടഭക്തരെ പോലെ നീയാകില്ല. പുറമേ നല്ലവരായി കാണപ്പെടുമെങ്കിലും അവരുടെ ഉള്ളിൽ വഞ്ചനയാണ്. അവരുടെ കെണികളിൽപ്പെടാതെ ജാഗ്രത പാലിക്കുക. നിനക്കും
പൂർണ്ണ ഹൃദയത്തോടെ എന്റെ വചനം അനുസരിക്കുന്നവർക്കും വേണ്ടി എന്റെ പക്കൽ സ്നേഹവും കരുണയും ക്ഷമയും ധാരാളമായുണ്ട്. എന്നാൽ ഓർക്കുക, ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നി കൂടിയാണ്. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സംരക്ഷിക്കും. വിഴുങ്ങാൻ വരുന്നവന്റെ കൈകളിലേക്ക് വീഴാൻ ഞാൻ അവരെ അനുവദിക്കില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്റെ ആത്മാവിനോട് നേരിട്ട് സംസാരിക്കുന്നു. ചെവികൾ തുറന്ന് എന്നെ ശ്രദ്ധിക്കുക. നിന്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ സൗഖ്യമാണ് ഞാൻ കൊതിക്കുന്നത്. എന്റെ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഓരോ പ്രഭാതത്തിലും എന്റെ അരികിൽ വരിക. നിന്റെ ജീവിതത്തെയും കുടുംബത്തെയും എന്റെ കൈകളിൽ ഏൽപ്പിക്കുക. നിനക്കായി ഞാൻ കരുതിയിരിക്കുന്ന അത്ഭുതകരമായ പദ്ധതികളിൽ പൂർണ്ണമായി വിശ്വസിക്കുക. നിന്റെ വിധി ദുരിതമാണെന്നും നിന്റെ ഭൂതകാലം മോശമായതുകൊണ്ട് ആരും നിനക്ക് അവസരം തരില്ലെന്നും പരാജയം ഉറപ്പാണെന്നും പറയുന്നവരെ വിശ്വസിക്കരുത്. നീ എന്റേതാണെന്നും ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ടെന്നും ഞാൻ നിന്നോട് പറയുന്നു. അനുതപിക്കുന്ന നിന്റെ ഹൃദയവും എന്റെ വഴിയിൽ തുടരാനുള്ള നിന്റെ ആത്മാർത്ഥമായ ആഗ്രഹവും ഞാൻ കണ്ടിരിക്കുന്നു. നീ ഇനി പഴയ ജീവിതത്തിലേക്ക് മടങ്ങില്ല. നിന്നെ വിമർശിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നവരിൽ നിന്ന് നീ അകന്നു നിൽക്കും. പകരം നിന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന നല്ല മനുഷ്യരെ നീ കണ്ടെത്തും. ഒരു പുതിയ രീതിയിൽ നീ എന്നെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുമ്പ് കേട്ടിട്ടുള്ളതിനേക്കാൾ എത്രയോ വലുതാണ് നിന്നോടുള്ള എന്റെ സ്നേഹമെന്ന് നീ മനസ്സിലാക്കണം. എനിക്ക് നിന്നോട് ദേഷ്യമില്ല. നിന്റെ നന്മയ്ക്കായി നീ മാറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ ചുറ്റും എന്തെന്ത് സംഭവിച്ചാലും വികാരങ്ങളെ നിയന്ത്രിക്കാനും ശാന്തനായിരിക്കാനുമുള്ള ശക്തി ഞാൻ നിനക്ക് നൽകും. ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഞാൻ നിന്നെ മാറ്റും. നീ സന്തോഷത്താൽ നിറയുകയും ഭയം മാറി ആത്മവിശ്വാസത്തോടെ നടക്കുകയും ദയയോടെ സംസാരിക്കുകയും ചെയ്യും. എല്ലാ പ്രഭാതത്തിലും ഉണരുമ്പോൾ നിനക്ക് വ്യക്തത നൽകുന്ന എന്റെ വഴികാട്ടൽ നീ കേൾക്കും. നിഗൂഢരായ ശത്രുക്കളിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഞാൻ നിന്നെ സംരക്ഷിക്കും. എന്റെ സംരക്ഷണം നിനക്ക് ചുറ്റുമുള്ളതുകൊണ്ട് നിനക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടും. നിന്റെ വിശ്വാസവും ഹൃദയവും കൂറും പൂർണ്ണമായ സമർപ്പണവും മാത്രമാണ് ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നിന്റെ സ്വപ്നങ്ങളിൽ നിന്നോ ആഗ്രഹങ്ങളിൽ നിന്നോ നിന്നെ അകറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ പദ്ധതികളിൽ എനിക്ക് ഒന്നാം സ്ഥാനം നൽകണമെന്നും നിന്റെ വഴികളെ നൈവികളെ നയിക്കാൻ എന്നെ അനുവദിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മുന്നോട്ടു പോകുമ്പോൾ നീ അത്ഭുതങ്ങൾ കാണും. കാരണം നിന്നോടുള്ള എന്റെ സ്നേഹം ശക്തവും അനന്തവും സത്യവുമാണ്. പ്രശ്നങ്ങൾ കണ്ട് നീ ഭയപ്പെടില്ല. ലോകത്തിന്റെ മായയിൽ നീ വഞ്ചിതരാകില്ല. കാരണം ഞാൻ നിനക്ക് ജീവൻ നൽകുകയും നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും നിന്റെ ആത്മീയ കാഴ്ച വ്യക്തമാക്കുകയും ചെയ്യുന്നു. നിന്റെ പോരായ്മകളോ പ്രശ്നങ്ങളോ എന്റെ സ്നേഹത്തിന് കുറവ് വരുത്തില്ല. നിന്നെ ആഴങ്ങളിൽ നിന്ന് കരകയറ്റാനും ആത്മീയ കോട്ടയിലേക്ക് നയിക്കാനും ഞാൻ എന്റെ കൈ നീട്ടുന്നു. നീ എനിക്ക് വിലപ്പെട്ടവനാണ്. നിരാശയിൽ നിന്നും വേദനയിൽ നിന്നും ഞാൻ നിന്നെ മോചിപ്പിക്കുന്നു. നിനക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഈ സ്നേഹത്തിൽ വിശ്വസിക്കുക. ഈ വിടുതൽ നീ സമ്പാദിച്ചതല്ല, മറിച്ച് എന്റെ അതിരില്ലാത്ത സ്നേഹം കൊണ്ട് ഞാൻ നിനക്ക് നൽകുന്നതാണ്. ഏകാന്തതയും ഭയവുമില്ലാത്ത എന്റെ കരുതലിന്റെ ആലിംഗനത്തിലുള്ള ഈ പുതിയ ജീവിതത്തെ സ്വീകരിക്കുക. വിജയത്തിന്റെ തുറമുഖത്തേക്ക് നീ പാടിയടുക്കും. നിത്യമായ സന്തോഷവും സമൃദ്ധിയും ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത സ്വർഗീയ സമ്പത്തും കൊണ്ട് നീ കിരീടം ധരിക്കും. എല്ലാ അവിശ്വാസത്തെയും ഉപേക്ഷിക്കുക. കാരണം നിന്റെ വിജയം എന്റെ വാഗ്ദാനങ്ങളാൽ ഉറപ്പാക്കപ്പെട്ടതാണ്. നിന്റെ ഹൃദയത്തെ നിറയ്ക്കുന്ന, നിന്നെ മാറ്റുന്ന, സംശയങ്ങളെ നീക്കുന്ന ഈ അത്ഭുത സ്നേഹം അനുഭവിക്കുക. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഞാൻ എന്റെ സ്നേഹം അറിയിക്കാൻ ഇവിടെയുണ്ടെന്നറിയുക. ഈ വാക്കുകൾ നിന്റെ ഉള്ളിൽ മുഴങ്ങട്ടെ. നീ എതിർത്താലും എന്റെ സ്നേഹം ഒരിക്കലും മാറില്ല. എന്നെ വിശ്വസിക്കുന്നത് നിർത്തരുത്. എന്റെ വാവാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. എന്റെ വാഗ്ദാനങ്ങൾ നിന്റെ ജീവിതത്തിൽ നിറവേറുന്നത് നീ കാണും. എന്റെ പ്രിയ മകളെ, എന്റെ പ്രിയ മകനെ, ഞാൻ സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ചത് നീയാണ്. എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് നീയാണ്. ഏതെങ്കിലും ഒരു ഭാഗ്യപരീക്ഷണം കൊണ്ടല്ല നീ ഉണ്ടായത്. നീ ഉണ്ടാകുന്നതിനു മുൻപേ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. സ്നേഹത്തോടും ഉദ്ദേശത്തോടും കൂടിയാണ് ഞാൻ നിന്നെ മെനഞ്ഞത്. നിനക്ക് ഞാൻ ജീവനും ജീവിതത്തിന് ഒരു കാരണവും നൽകി. നിന്റെ വിജയത്തിനായി ഞാൻ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. എന്റെ കണ്ണുകളിൽ നീ സൗന്ദര്യത്തിന്റെയും മൂല്യത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ്. ഒന്നിനും ആർക്കും അത് മാറ്റാൻ കഴിയില്ല. ചുറ്റുമുള്ള കാര്യങ്ങൾ കാരണം നിനക്ക് ചിലപ്പോൾ നിരാശയോ തടസ്സങ്ങളോ അനുഭവപ്പെടുന്നുണ്ടാകാം എന്നെനിക്കറിയാം. എന്റെ പൈതലായിട്ടും എന്തുകൊണ്ട് പ്രതീക്ഷിച്ച അനുഗ്രഹങ്ങൾ ലഭിക്കുന്നില്ല എന്നു നീ ചിന്തിച്ചേക്കാം. ഞാൻ അനുഗ്രഹങ്ങൾ തടഞ്ഞുവെക്കുന്നതുകൊണ്ടല്ല, മറിച്ച് നീ എന്നിൽ ആശ്രയിക്കുന്നത് നിർത്തിയതുകൊണ്ടാണത്. എന്റെ സന്ദേശത്തേക്കാൾ ഉപരിയായി ഈ ലോകത്തിലെ നശ്വരമായ കാര്യങ്ങളിലാണ് നിന്റെ ഹൃദയം ഉടക്കി നിൽക്കുന്നത്. സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് പിന്നാലെ പോയി എന്റെ വചനങ്ങളെയും
പ്രാർത്ഥനയെയും വിശ്വാസത്തെയും നീ മാറ്റിവെച്ചിരിക്കുന്നു. വിവിനീതമായ പശ്ചാത്താപമുള്ള ഹൃദയത്തോടെ എന്റെ അടുത്തേക്ക് മടങ്ങിവരാനുള്ള സമയമാണിത്. എന്നിൽ നിന്ന് നിന്നെ അകറ്റുന്ന എല്ലാ ആകുലതകളെയും ഉപേക്ഷിക്കുക. മാറ്റങ്ങൾ വരുത്താനുള്ള എന്റെ ശക്തിയിലും നിന്നെ രക്ഷിക്കാനുള്ള എന്റെ കൃപയിലുമുള്ള വിശ്വാസം വീണ്ടെടുക്കുക. അപ്പോഴാണ് ഞാൻ നിനക്കായി കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ സമൃദ്ധമായി പെയ്തിറങ്ങുന്നത് നീ കാണുക. നീ എന്നിൽ വീണ്ടും വിശ്വാസമർപ്പിക്കുമ്പോൾ 12 ഈ അനുഗ്രഹങ്ങൾ ഫലം കായ്ക്കും. കാരണം ഞാൻ നിന്റെ ദൈവമായ കർത്താവാണ്. നീ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നീർത്തോടുകൾക്കരികെ നട്ട തക്ക സമയത്ത് ഫലം നൽകുന്ന ഇലകൾ വാടാത്ത ഒരു മരത്തെപ്പോലെയാകും നീ. വരൾച്ചയുടെ കാലത്തും നീ തളരുകയില്ല. എന്റെ പ്രിയപ്പെട്ടവനെ, ഇന്നു നീ എന്നിൽ വിശ്വസിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. നിനക്ക് നഷ്ടപ്പെട്ടതിനെ തിരികെ നൽകാനും നിന്റെ മുറിവുകളെ ഉണക്കാനും തകർക്കപ്പെട്ടതിനെ കൂട്ടിച്ചേർക്കാനും എനിക്ക് മാത്രമേ കഴിയൂ. എന്റെ വചനങ്ങൾ നിന്റെ ഇന്നത്തെ ദിവസത്തെ മാറ്റട്ടെ, നാളെയെ പ്രതീക്ഷ കൊണ്ട് നിറയ്ക്കട്ടെ. എന്നിൽ വിശ്വസിക്കുക. എന്റെ വാഗ്ദാനങ്ങൾ അത്ഭുതകരമായി നിന്റെ ലോകത്ത് നടക്കുന്നത് നീ കാണും. കാരണം ഞാൻ നിനക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് നീ സഞ്ചരിക്കേണ്ട ഈ വഴിയിൽ മനം മടുക്കരുത്. ചുറ്റുമുള്ളതൊന്നും കണ്ട് നീ തളരരുത്. വീണ്ടും എഴുന്നേൽക്കാൻ കാട്ടുപൂത്തിൻ്റേതുപോലെ അസാമാന്യമായ കരുത്ത് ഞാൻ നിനക്ക് നൽകുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് മുന്നോട്ടു പോവുക. എന്നിൽ വീണ്ടും വിശ്വസിക്കുക. എന്റെ വാഗ്ദാനങ്ങളിൽ മുറുകെ പിടിക്കുക. നിന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞതെല്ലാം സംഭവിക്കും. എന്റെ ശക്തിയും മഹത്വവും നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കും. ഇനി അങ്ങോട്ട് കണ്ണുകൊണ്ട് കാണുന്നതിനെ മാത്രം വിശ്വസിക്കരുത്. അത് നിരാശയിലേക്ക് നയിച്ചേക്കാം. പകരം വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്ന് കാര്യങ്ങളെ കാണാൻ തുടങ്ങുക. ഓരോ പ്രശ്നത്തിലും ഒരു പരിഹാരത്തിനുള്ള അവസരം കണ്ടെത്തുക. ഇരുട്ടിൽ എന്റെ സാന്നിധ്യത്തിന്റെ വെളിച്ചം കാണുക. നിന്റെ അവസ്ഥകളെ മാറ്റാനും അടഞ്ഞ വാതിലുകൾ തുറക്കാനുമുള്ള എന്റെ ശക്തിയിൽ വിശ്വസിക്കുക. ഇന്ന് ഞാൻ നിന്നോട് പറയുന്നതിൽ സംശയിക്കരുത്. ഏറ്റവും വലിയ പ്രതിസന്ധികളിലും ഞാൻ നിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കും. അതുകൊണ്ട് നിന്റെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ എന്നിൽ വിശ്വസിക്കുക. മനുഷ്യരെ ആശ്രയിക്കുന്നത് അവസാനിപ്പിച്ച് നിന്റെ എല്ലാ വിശ്വാസവും പ്രതീക്ഷയും എന്നിൽ അർപ്പിക്കുക. കാരണം മരിച്ചതിനെ ഉയിർപ്പിക്കാനും വഴിയില്ലാത്തിടത്ത് വഴി തുറക്കാനും എനിക്ക് മാത്രമേ കഴിയൂ. നിന്റെ നാവുകൊണ്ട് അനുഗ്രഹത്തിന്റെ വാക്കുകൾ ഏറ്റുപറയാനുള്ള സമയമാണിത്. നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എന്റെ അനുഗ്രഹങ്ങൾ വെളിപ്പെടുന്നത് നീ കാണും. എന്റെ വചനം ഏറ്റുപറയുക. കഷ്ടപ്പാടുകൾക്കിടയിലും അത് പ്രഖ്യാപിക്കുക. അത് നിനക്ക് ഫലം നൽകും. ജീവിതത്തിലെ വെല്ലുവിളികൾക്കിടയിലാണ് യഥാർത്ഥ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എഴുന്നേൽക്കുക. എന്റെ ബലിപീഠത്തിന് അരികിലേക്ക് വരിക. നിന്റെ വഴിക്ക് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ച് സമയം കളയരുത്. വന്ന് നിന്റെ എല്ലാ പദ്ധതികളും എന്റെ മുൻപിൽ സമർപ്പിക്കുക. നിന്റെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുക. എന്റെ കൈപിടിച്ച് എന്റെ വാഗ്ദാനങ്ങളിൽ മുറുകെ പിടിക്കുക. ഞാൻ നിനക്ക് ഉറപ്പു നൽകുന്നു. നിന്റെ വിശ്വാസം ആളിക്കത്തും. നീ ഒരിക്കൽ സ്വപ്നം കണ്ടതെല്ലാം സഫലമാകുന്നത് നീ കാണും. എന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ നിരാശരാക്കില്ല. എഴുന്നേൽക്കുക. ഇപ്പോൾ നിന്റെ സാഹചര്യം എത്ര മോശമാണെങ്കിലും നിന്നോടുള്ള എന്റെ സ്നേഹം ഒരിക്കലും കുറയുകയില്ല.